നിങ്ങളൊക്കെ പോയിരുന്നോ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞതായിരിക്കുവേ. എൻ്റെ പുറകില് ഇങ്ങനെ മഞ്ഞ് മൂടി കാണുന്നത് ഗോപാൽ സ്വാമി ഹിൽസ് ആണ് കേട്ടോ. ഗോപാൽ സ്വാമി ഹിൽസിന്റെ അടുത്തുള്ള പൂപ്പാടത്തിലാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ സൂര്യകാന്തി. കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നൂല നമുക്ക്. ഇവിടെ വരുന്നവർക്ക് മഴയും പ്രശ്നമല്ല, വെയിലും പ്രശ്നമല്ല, തണുപ്പും കാറ്റും മഞ്ഞും ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ സൂര്യകാന്തി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചില പാടങ്ങളിൽ മാത്രമേ സൂര്യകാന്തി ഇത്ര നന്നായിട്ട് നിൽക്കുന്നതുള്ളൂ കേട്ടോ. ഏകദേശം സീസണൊക്കെ കഴിയാനായേ. പോകുന്നവരുണ്ടെങ്കിൽ വേഗം പൊയ്ക്കോ. ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഇത്രയും വലിയ ക്യൂ നിന്നിട്ടാണ് കേട്ടോ. ഒരു ഞായറാഴ്ചയാണേ പോയത്. അത്രയും ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. രാവിലെ പോയിട്ട് തന്നെ ഇതൊരു 9 മണിക്കുള്ള സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പുറകോട്ടും ബ്ലോക്കാണ്, മുന്നോട്ടും ബ്ലോക്കാണ്. ആ സൈഡിൽ നിന്ന് കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് കുറവാന്ന് തോന്നുന്നു വണ്ടികൾ വരുന്നത്. കാട്ടിൻ്റെ ഉള്ളില് സ്ലോ ആക്കാൻ പാടില്ല എന്ന് പറയുവേ, പക്ഷെ ഇത്രയും ബ്ലോക്ക് ആയതുകൊണ്ട് ഓൾറെഡി സ്ലോയിലാണ് പോകുന്നത്. കുരങ്ങന്മാർക്കൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ അവരെന്തെങ്കിലും കിട്ടിയാലായല്ലോ എന്നുള്ള ഇതിൽ റോട്ടിൽ മുഴുവൻ ഉണ്ട് കേട്ടോ. ഒരൊറ്റ മൃഗങ്ങളെ നമ്മൾ കണ്ടില്ല, ഈ കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ഒരു 20 രൂപ വരും കേട്ടോ ഇവിടുന്ന് ബോർഡർ കടക്കണമെങ്കിൽ. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആദ്യം കാണുന്ന പാടങ്ങളാണേ. ബന്ദിയുണ്ട്, ചോളമുണ്ട്. അങ്ങനെ ബന്ദിപ്പൂവിൽ ഓറഞ്ച് കളറാണ് കേട്ടോ കൂടുതലും ഞങ്ങൾ കണ്ടത്. കുറേ പച്ചേൻ്റെ നടുക്ക് കുറേ ഓറഞ്ച് പൂക്കൾ ദൂരേന്ന് കാണാൻ ഭയങ്കര രസമാണേ. ഞങ്ങൾ ആദ്യം കണ്ടതിലൊന്നും ഇറങ്ങിയില്ല. ഗോപാൽ സ്വാമിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് അവിടെയൊക്കെ ക്യാബേജ് കൃഷിയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൂടുതലും കൃഷിയാണ്. ക്യാബേജ് കണ്ടു, വെളുത്തുള്ളി കണ്ടു, ചോളം കണ്ടു, ചെറിയ ഉള്ളീൻ്റെ കൃഷികൾ കണ്ടു, വാഴക്കൃഷി കണ്ടു. അങ്ങനെ നമ്മൾ കുറേ കൃഷിക്കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് പോവുകയാണേ. ചെറിയ ചെറിയ വീടിൻ്റെ മുറ്റത്ത് മിക്ക വീട്ടിലും ട്രാക്ടറുകളാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ കാറുള്ള പോലെ എല്ലാ വീട്ടിലും ട്രാക്ടറുകളാണ് ഉള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പൂപ്പാടം കാണണമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ വന്ന് ഗോപാൽ സ്വാമി എത്തിയപ്പോൾ മഞ്ഞൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അമ്പലത്തിലൊന്ന് കയറിയാലോ എന്ന്. അമ്പലത്തിൽ കയറണമെങ്കിൽ ഒരു 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ക്യൂവിൽ നിൽക്കണമായിരുന്നേ. അപ്പം അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഒരു ചോളമൊക്കെ വാങ്ങി ചോളം കഴിക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇതാ ഇങ്ങനെ സൂര്യകാന്തികളൊക്കെ അങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. 20 രൂപയാട്ടോ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. അവിടെ എൻട്രീൻ്റെ അവിടെ ഒരു ആള് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ നമ്മൾ സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടാവേ. ഈ വീഡിയോയിൽ കാണാൻ പറ്റൂല. ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മേലെ ബസ്സുകൾ ഗോപാൽ സ്വാമി അമ്പലത്തിലേക്ക് ഇങ്ങനെ ബസ്സുകൾ കയറി പോകുന്ന കാണാം കേട്ടോ. ഇപ്പോൾ വരുന്ന എല്ലാവരും ഏകദേശം അമ്പലത്തിലും പോവും, ഇങ്ങനെ പൂക്കളും കാണാം. അങ്ങനെ 2 കാര്യം സാധിക്കാം കേട്ടോ. 2 പിന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കുറച്ച് ചുളു വിലയ്ക്ക് പച്ചക്കറികളും കിട്ടുവേ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മൊട്ട് ഉണ്ടാവുക സൂര്യകാന്തിൻ്റെ. ഇതിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് വിരിയായിരിക്കും. ഇത് തീരെ ചെറിയ മൊട്ടാണ്. ഇത് നല്ലോണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ വിരിയ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇനി കാണാൻ വരുന്നവർക്ക് പൂക്കൾ കാണുന്നത് കുറവായിരിക്കും മിക്കവാറും.
പൂക്കൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കടല വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് പച്ച കടലയാണേ, നല്ല ഫ്രഷ് പച്ച കടല. അതെ, ഇവിടെ തന്നെ ഇതിൻ്റെ കയറുന്നതിൻ്റെ അവിടെ തന്നെ ഇയാളിങ്ങനെ ഇരുന്നിട്ട് വിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ കാർ പാർക്കിങ്ങിൽ സ്ഥലമില്ല, എവിടെയും സ്ഥലമില്ല. പക്ഷെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ അത്ര ഭംഗിയുള്ള കാഴ്ചകളാണേ. ആദ്യം നമ്മൾ സൂര്യകാന്തി മാത്രമുള്ള പാടത്തിലാണേ പോയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ചുമന്ന ബന്ദിയുള്ള പാടത്തിൽ പോയിട്ടോ. ഇവിടെ വേറെയാണേ, ഇവിടെ 10 രൂപയേ ഉള്ളൂ. കുറച്ചപ്പുറത്ത് കുറച്ചും കൂടി അധികമുള്ള സ്ഥലത്ത് കയറണമെങ്കിൽ 20 രൂപയാണ് കേട്ടോ. പക്ഷെ ബന്ദിപ്പൂവ് നമുക്ക് ദൂരേന്ന് കാണുമ്പോഴാണ് രസം. അടുത്ത് കയറി കഴിയുമ്പോൾ സൂര്യകാന്തിൻ്റെ പോലെ അത്ര അങ്ങോട്ട് രസം ഉണ്ടാവില്ല. കുറച്ച് ദൂരേന്ന് ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന കാണാനാണ് രസം. അവിടെ ഇങ്ങനെ ദൂരേക്ക് കുന്നിൻ്റെ മേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം, ഇവർ നട്ട സ്ഥലം മാത്രം ഇങ്ങനെ ചുമന്ന് കിടക്കും കേട്ടോ. തീ കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക്. മഞ്ഞ പൂക്കൾ ഒറ്റൊരു സ്ഥലത്തേ കണ്ടുള്ളൂ കേട്ടോ. അതാണെങ്കിൽ ഏകദേശം കഴിഞ്ഞിട്ടുമുണ്ട്. ബന്ദിപ്പൂക്കള് സീസൺ ഇല്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഈ പെയിന്റിനുള്ള പിഗ്മെന്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും കൃഷി ചെയ്യാറുണ്ട്. സൂര്യകാന്തി മാത്രമാണ് സീസണലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പം ഇത് ഓണത്തിന് നമ്മളുടെ വീട്ടിലേക്കൊക്കെ വരാനുള്ള പൂക്കളാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ ഒരു പൂപ്പാടം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് തേനീച്ചേൻ്റെ കൂടും വെച്ചിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലൂടെ നമുക്ക് വേറൊരു വരുമാനമായിട്ട് തേന് അതും കിട്ടും. ഈ കാണുന്നതൊക്കെ നട്ടുച്ചയ്ക്കുള്ള സീനാണ് കേട്ടോ. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇളം മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പച്ചക്കറികൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് കണ്ട പച്ചക്കറി കടയിൽ തന്നെ നിർത്തിയേ. നല്ല വിലക്കുറവാണ് കേട്ടോ. 20, 30, 40, 40 ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് വിലകൾ, വളരെ വിലക്കുറവാണേ. പച്ചക്കറിയൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു വന്നുവേ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു, മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. നിങ്ങൾ ഇതുവരെ പൂപ്പാടമൊന്നും കാണാൻ പോയില്ലെങ്കിൽ വേഗം പോയിക്കോട്ടോ. വീക്കെൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമേ, ബ്ലോക്ക് ഉണ്ടാവും. അതിനനുസരിച്ച് കണക്ക് ആക്കിയിട്ടൊക്കെ വേണം പോവാൻ വേണ്ടിയിട്ട്. അധികം വൈകിക്കണ്ട കേട്ടോ. പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗത്ത് മാത്രമേ ഇപ്പോൾ പൂക്കളുള്ളൂ, ബാക്കിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറികളും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വാങ്ങിയിട്ടും വരാം കേട്ടോ. കുറച്ചധികം വാങ്ങുമ്പോൾ എന്തായാലും ലാഭവും ഉണ്ടാവും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് ദൂരെയുള്ളവർക്ക് ഇതുപോലെ ഗുണ്ടിൽപേട്ടയൊന്നും വരാൻ പറ്റാത്തവരുണ്ടാവില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ ഒന്ന് കൊതിപ്പിക്കണം കേട്ടോ. അങ്ങനെയാവുമ്പോൾ അവർ ഈ പ്രാവശ്യം വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കും. ഇങ്ങനെ കുറച്ച് നമ്മൾ ജീവിതത്തിൽ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയായിട്ടുണ്ടാവും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയവരാണെങ്കിൽ കുട്ടികൾക്ക് വലുതാവുമ്പോൾ അവരുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്.